ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് +2ൻ്റെ റിസൾട്ടൊക്കെ വന്നു. ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാർക്കിലൊക്കെ A+ പോയ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീവാലുവേഷൻ എന്തായാലും കൊടുക്കണം. സോ റീവാലുവേഷനിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ +2 പരീക്ഷയുടെ നിങ്ങളുടെ ഉത്തരക്കടലാസിൻ്റെ പുനർമൂല്യനിർണ്ണയം, അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ ഈ മാസം 31-ാം തീയതിക്ക് നിങ്ങൾ കൊടുത്തിരിക്കണം. സോ ഇപ്പോൾ നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ നിങ്ങൾക്കത് സമർപ്പിക്കാം. ഇനി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾക്ക് ഈ റീവാലുവേഷനോ സൂക്ഷ്മ പരിശോധനയോ ഒന്നും ഉണ്ടായില്ല. നിങ്ങൾക്ക് പക്ഷേ ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്സ് തുടങ്ങിയവയെല്ലാം ഡബിൾ വാലുവേഷനുള്ള പേപ്പറാണ്. അതുകൊണ്ടാണ് അതിന് റീവാലുവേഷൻ സ്ക്രൂട്ടിനിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തത്. പക്ഷേ അത് നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്കത് അപേക്ഷിക്കാം. സോ നിങ്ങൾക്ക് ഈ റീവാലുവേഷൻ ഒരു പേപ്പറിന് 500 റുപ്പീസാണുള്ളത്. ഇനി ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ ഒരു പേപ്പറിന് 300 റുപ്പീസും, ഇനി സ്ക്രൂട്ടിനിക്കാണെങ്കിൽ ഒരു പേപ്പറിന് 100 റുപ്പീസുമാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ റീവാലുവേഷൻ നിങ്ങളിപ്പോൾ 500 റുപ്പീസ് അടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 10% എബവ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത 500 റുപ്പീസ് നിങ്ങൾക്കത് റീഫണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി റീവാലുവേഷൻ കൊടുത്താൽ നിങ്ങളുടെ മാർക്ക് നല്ലപോലെ ഇൻക്രീസ് ആകുമെന്നൊക്കെ ചോദിക്കും. പക്ഷേ റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് ഇൻക്രീസ് ആയിട്ടുള്ളവരും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്കിനൊക്കെയാണ് എക്സാമിനൊക്കെ നിങ്ങളുടെ A+ ഗ്രേഡൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് റീവാലുവേഷന് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ റീവാലുവേഷൻ കൊടുത്തിട്ട് നല്ല മാർക്ക് 10% എബവ് മാർക്ക് കിട്ടുന്ന ഒത്തിരി കുട്ടികളുണ്ട്. സോ നിങ്ങൾക്കത് നല്ലൊരു ചാൻസാണ് നിങ്ങളുടെ മാർക്കും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. ഇപ്പം നിങ്ങൾ നല്ലപോലെ എഴുതിയിട്ടുള്ളൊരു പേപ്പറാണെങ്കിൽ നിങ്ങൾക്കത് എന്തായാലും നിങ്ങൾ റീവാലുവേഷനൊക്കെ കൊടുക്കണം. സോ ഇതിന് ശേഷമുള്ള ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ തുടർന്നുള്ള വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും.